പ്രൊഫസർ എം.കെ. സാനു അന്തരിച്ചു. 98 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. നാളെ രാവിലെ 8 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിക്കും. രാവിലെ 10 മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം. വൈകിട്ട് 5 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ, അങ്ങനെ സാഹിത്യ നഭസിൽ നിറഞ്ഞു നിന്ന സാനുമാഷ് ഇപ്പോൾ ഓർമ്മയായിരിക്കുകയാണ്. വിവരങ്ങൾ. സാഹിത്യ നിരൂപകനുമായിരുന്ന പ്രൊഫസർ എം.കെ. സാനു 98 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് ഒരാഴ്ചയോളമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 5:35 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ 25-ന് അദ്ദേഹം വീട്ടിൽ വീണതിനെ തുടർന്ന് ഇടുപ്പിൽ പൊട്ടിയിരുന്നു. പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്നു. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നതിനിടെ ഇന്ന് വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. നമുക്കറിയാം, മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരിൽ ഒരാളായിരുന്നു പ്രൊഫസർ എം.കെ. സാനു. മാത്രമല്ല, ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനടുത്ത കാലം അദ്ദേഹം വളരെ കാലം അധ്യാപകനായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരുന്നു. ദീർഘകാലം മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ആലപ്പുഴക്കാരനായിരുന്നു. ആലപ്പുഴയിൽ ജനിച്ച് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കവും ആലപ്പുഴ SDV സ്കൂളിൽ നിന്നാണ്. പിന്നീട് അദ്ദേഹം മഹാരാജാസ് കോളേജിലേക്ക് വന്നു. മഹാരാജാസ് കോളേജിൽ ദീർഘകാലം പ്രൊഫസറായിരുന്നു എം.കെ. സാനു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളമായി മാറി. എറണാകുളത്തെ പരിപാടികളിലെല്ലാം തന്നെ ഏതാണ്ട് നൂറ്റാണ്ടിലേറെ കാലത്തെ സജീവ സാന്നിധ്യമായിരുന്നു പ്രൊഫസർ എം.കെ. സാനു. 40ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാത്രമല്ല, 1985-ലും 2002-ലും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും, ഒപ്പം തന്നെ 2011-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ഒക്കെ സാനുമാഷെ തേടിയെത്തിയിട്ടുണ്ട്. എന്തായാലും സാഹിത്യ കേരളത്തിന് ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് സാനുമാഷിൻ്റെ വിയോഗം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്നിപ്പോൾ അമൃത ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ളത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അമൃത ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5:35-ന് അദ്ദേഹം മരിച്ചു. അതിനുശേഷം അമൃത ആശുപത്രിയിൽ തന്നെ ഏതാണ്ട് 1.5 മണിക്കൂറോളം സമയം പൊതുദർശനം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പാണ് ഇവിടെ എത്തി സാനുമാഷിന് അന്തിമോപചാരം അർപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അമ്മയുടെ അധ്യാപകനായിരുന്നു സാനുമാഷ്. സാനുമാഷെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും, അദ്ദേഹത്തിന് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. നല്ല ഓർമ്മകളൊക്കെ പങ്കുവച്ചാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് സുരേഷ് ഗോപി മടങ്ങിയത്. എന്തായാലും ഇന്നിപ്പോൾ അമൃത ആശുപത്രിയുടെ മോർച്ചറിയിൽ തന്നെയായിരിക്കും സാനുമാഷിൻ്റെ മൃതദേഹം സൂക്ഷിക്കുക. നാളെ രാവിലെ 8 മണിയോടുകൂടി മോർച്ചറിയിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കും. അതിനുശേഷം 9 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കും. 9 മുതൽ 10 വരെ വീട്ടിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾക്കും മക്കൾക്കുമൊക്കെ കാണാനുള്ള അവസരം. രാവിലെ 9 മണി മുതൽ 10 മണി വരെ വീട്ടിലായിരിക്കും പൊതുദർശനം. തുടർന്ന് 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. വൈകിട്ട് 5 മണിയോടുകൂടി രവിപുരം ശ്മശാനത്തിലാണ് പ്രൊഫസർ എം.കെ. സാനുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നീലിമ. മലയാള നിരൂപണത്തിലെ സൗമ്യജ്വാല അസ്തമിച്ചിരിക്കുകയാണ്. എം.കെ. സാനു വിടവാങ്ങിയിരിക്കുന്നു. വിവരങ്ങളാണ് നിഷ ദിലീപ് പങ്കുവച്ചത്.